പ്രൈസ് ലോർഡ്. പ്രതീക്ഷ നാമത്തിലെ സ്നേഹത്തെ എല്ലാ ദൈവം അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവവുമായി ഷെയർ ചെയ്യുക എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു മനോഭാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഭവനത്തിലുള്ള കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന കുഞ്ഞുങ്ങളെ പറ്റിയാണല്ലേ. പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളെ കൂടി കരുതുവാനുള്ളൊരു മനസ്സ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മളായിരിക്കുന്ന ആ ഒരു ദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലേ. അത് ആക്സിഡന്റ് മുഖേനയല്ല, ഒരുപാട് പീഡനം അനുഭവിച്ചു, പട്ടിണി മുഖേന ഒരുപാട് കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്ന, ഒരു മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന അളവുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ കൊലപാതകത്തിലേക്ക് അല്ലെ, ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നൊരു അനുഭവം ഞാൻ നിങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, അത് സംഭവിച്ചതിന് ശേഷം അല്ലെ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി രക്ഷകരായി സംസാരിക്കുകയും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങൾ, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു വാക്ക് നമുക്ക് ചോദിക്കാം, മോനെ സുഖമാണോ, അല്ലെ മോളെ സുഖമാണോ, നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് 2 വാക്ക് ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് പോലും സമയം കണ്ടെത്താറില്ല. നമ്മുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം റിജക്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിപ്പോകുന്നൊരു അനുഭവം അല്ലേ. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം സമയം കണ്ടെത്തി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഇടുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുകയും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ആ പേരൻസിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമുക്ക് ഈ ദിവസങ്ങൾ ആവശ്യം എന്താ, ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ മോനെ സുഖമാണോ, ഒരു വാക്ക് നമുക്ക് ചോദിക്കാം, എന്തെങ്കിലും കഴിച്ചോ, അല്ലെങ്കിൽ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ത് പറ്റി കഴിക്കാത്ത, ഒരു വാക്ക് നമ്മളൊരു സ്നേഹാന്വേഷണം ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് പല കുഞ്ഞുങ്ങളും നഷ്ടപ്പെടാതെ നമ്മുടെ കൂടെ കാണും. നമുക്ക് മാനുഷ്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന വരത്തില്ല, പക്ഷെ നമ്മൾ അനക്കുന്ന ഒരു ചെറു വിരൽ പല കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് അവരനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തീരുവാൻ മടിയാവും. നമ്മുടെ കർത്താവ് പോലും ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമല്ല, ശിശുക്കളെ തടയരുത്, കുഞ്ഞുങ്ങളെ തടയരുത്, അവരെ എൻ്റെ അടുക്കിലേക്ക് വിടുവാൻ കർത്താവ് പോലും പറഞ്ഞെന്തുവാ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, അവരുടെ ഹൃദയത്തിലെ അല്ലെ നിഷ്കളങ്കമായ ഹൃദയത്തിന് ഉടമകളാ കുഞ്ഞുങ്ങൾ. അപ്പൊ ആ കുഞ്ഞുങ്ങളെയും കൂടെ കരുതുക, അല്ലെ അവർക്ക് വേണ്ടി ഒരു വാക്ക് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് അതിനുള്ള പ്രതിഫലം തരുക തന്നെ ചെയ്യും. അതുപോലെ ദിവസങ്ങളിൽ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് അവിടുത്തെ ഒരു വാക്ക് സംസാരിക്കുവാൻ ഇടയാവുകയാണെങ്കിൽ പല കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റം കർത്താവ് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്ത എല്ലാ ദൈവങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഷോർട്ടിൽ നിന്ന് നിർത്തിക്കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.